പ്രിയ മിത്രങ്ങൾക്ക് ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. എന്റെ പേര് മോളി. ഞാനൊരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയത്തിയുമാണ്. അച്ഛന് റബ്ബർ ടാപ്പിക്കാണ് ജോലി. വീട്ടിലെ സാമ്പത്തിക പ്രാരാബ്ദം കാരണം എന്റെ പഠിത്തം നിർത്തി. അനിയത്തി +1 പഠിക്കുന്നു. അങ്ങനെ ഞാനൊരു തുണിക്കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. വീട്ടിലാണെങ്കിൽ എന്നെ കെട്ടിച്ചു വിടാനുള്ള സാമ്പത്തികം ഒന്നുമില്ല. എന്റെ കൂട്ടുകാരികളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു. ഞാനാണെങ്കിൽ വീട്ടിൽ പുര നിറഞ്ഞു നിൽപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു വിവാഹാലോചന വന്നത്. അടുത്ത ഞായറാഴ്ച പയ്യൻ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞു. പയ്യനെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. വിനോദ്. ഞാൻ ജോലി ചെയ്യുന്ന കടയുടെ അടുത്തുള്ള കോളേജിലാണ് അവൻ പഠിച്ചിരുന്നത്. അന്നേ അവൻ എന്നെ വലിയ നോട്ടമൊക്കെ ആയിരുന്നു. എന്നേക്കാൾ ഇളയ പയ്യനായതുകൊണ്ട് ഞാൻ അവനെ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. പക്ഷെ അവൻ എപ്പോഴും എന്റെ പിറകിൽ തന്നെയായിരുന്നു. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അന്ന് ഞാൻ അവനെ ഒഴിവാക്കാനായി പറഞ്ഞു, നിനക്ക് എന്താണ് ജോലി? ജോലിയൊക്കെ അയച്ചു വാ, നമുക്ക് നോക്കാം. പിന്നെ അവനെ ഇപ്പോഴാണ് കാണുന്നത്. വിനോദിന്റെ കൂടെ അവന്റെ അമ്മാവനും അവന്റെ അച്ഛനും ഉണ്ടായിരുന്നു. മോളെ, ഇവര് നിന്നെ കാണാൻ വന്നതാ, അമ്മ പറഞ്ഞു. ഞാൻ വിനോദിന്റെ അച്ഛനെ ഒന്ന് നോക്കി. ചന്ദ്രൻപിള്ള. കണ്ടാൽ വിനോദിനേക്കാൾ നല്ല സൗന്ദര്യമുള്ള ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ. വിനോദിന് അമ്മയില്ല. അമ്മ കുറച്ചുനാൾ മുമ്പ് മരിച്ചുപോയി. വിനോദിന്റെ അച്ഛൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, നിന്നെക്കുറിച്ച് ഇവനെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. നിങ്ങളുടെ കല്യാണത്തിന്റെ ചെലവ് മൊത്തം ഞാൻ നോക്കിക്കൊള്ളാം. ഇത് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണങ്ങ് നിറഞ്ഞു. വളരെ നന്ദിയുണ്ട് സാർ, കണ്ണു തുടച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. അന്നെനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. എന്നാൽ ഇന്നെനിക്ക് ഗൾഫിൽ നല്ലൊരു ജോലിയുണ്ട്. സൗദിയിൽ സീ ഫുഡ് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നല്ല ശമ്പളവും എനിക്കുണ്ട്. എന്തു പറയുന്നു മോളി? വിനോദ് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അവനെ ഒന്ന് നോക്കി, എന്നിട്ടൊന്ന് ചിരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്റെ വിവാഹം കഴിഞ്ഞു. വിനോദിന്റെ വീടിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ചുറ്റിനും നെൽവയലുകളും തോടുകളും ഒക്കെയുള്ള ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. ഞാൻ പെട്ടെന്ന് തന്നെ ആ സ്ഥലവുമായി ഇണങ്ങി. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. എല്ലാ രാത്രികളും സന്തോഷവേളകളാക്കാൻ അവനൊരു പ്രത്യേക കഴിവ് തന്നെ ആയിരുന്നു. എനിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതവന് നല്ലപോലെ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെക്കുറിച്ച് എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. അതാണ് നിന്നെ തന്നെ ഞാൻ നോക്കി വെച്ചത്. നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്, വിനോദ് പറഞ്ഞു. എന്നിട്ടാണോ ആ ഭാഗ്യം വിട്ടിട്ട് നാളെ പോകുന്നത്? മോളി ചോദിച്ചു. പിന്നെ പോകണ്ടായോ? നമ്മുടെ ജോലി അങ്ങനെ ആയിപ്പോയില്ലേ മോളെ. എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് നിനക്ക് കൂടി ഒരു വിസ ഒപ്പിച്ച് അടുത്ത തവണ വരുമ്പോൾ ഞാൻ നിന്നെ കൂടി അങ്ങ് കൊണ്ടുപോകും, വിനോദ് പറഞ്ഞു. എനിക്ക് ഏട്ടനെയും ഏട്ടന്റെ കുട്ടനെയും കാണാതെ ഞാനിനി എത്ര നാൾ? മോളി വിഷമത്തോടെ ചോദിച്ചു. വിനോദ് അവളെ ചേർത്ത് നിർത്തി. പിറ്റേന്ന് രാവിലെ വിനോദ് പോകാൻ റെഡിയായി. മോളി, ഞാൻ പോവുകയാണ്. കൂടി വന്നാൽ 1 വർഷം. 1 വർഷമാകുമ്പോൾ ലീവ് കിട്ടും. അതുവരെ നീ എങ്ങും പോകരുത്, വീട്ടിലുണ്ടാകണം. ഞാൻ എവിടെ പോകാനാ? ഇതല്ലേ എൻ്റെ വീട്, മോളി പറഞ്ഞു. പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. അതിനുശേഷം റൂമിൽ നിന്ന് ഹാളിലേക്ക് വന്നു. ഹാളിൽ അമ്മായിയപ്പൻ നിൽപ്പുണ്ടായിരുന്നു. മോനെ, സമയം ഒരുപാടായി, എളുപ്പം ഇറങ്ങും. അച്ഛാ, അവളെ നോക്കിക്കോണേ, അവളൊരു പൊട്ടിപ്പെണ്ണ. ഇതും പറഞ്ഞ് അവൻ യാത്രയായി. 1-2 ദിവസം ഞാൻ കരച്ചിലോട് കരച്ചിലായിരുന്നു. ആ ഒറ്റപ്പെടൽ എന്നെ വല്ലാതെ തളർത്തി. അങ്ങനെ സമയം കളയാൻ വേണ്ടി അമ്മായിയപ്പനെ കൃഷിയിലൊക്കെ സഹായിച്ചു. ഒരു ദിവസം അമ്മായിയപ്പനെ കൃഷിയിലൊക്കെ സഹായിച്ചേച്ച് വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞാൻ അമ്മായിയപ്പനോട് ചോദിച്ചു, അച്ഛാ, വല്ലതും കഴിച്ചാലോ? ആ, കഴിക്കാം, വിളമ്പ്. അച്ഛന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നല്ലോ, ഞാൻ ചോദിച്ചു. ഏയ്, എനിക്കൊന്നുമില്ല. ഞാനെന്നും ഈ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നതല്ലേ. എനിക്കൊരു ക്ഷീണവുമില്ല. മോൾക്ക് തോന്നുന്നതാ. പിന്നെ ശരീരത്തിന് അങ്ങിങ്ങ് ചെറുതായിട്ട് വേദനയൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്തുള്ളതാ, അച്ഛൻ പറഞ്ഞു. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വെള്ളം ചൂടാക്കി പിടിച്ചു തരാം അച്ഛാ. ഓ, വേണ്ട മോളെ, മോൾക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകും. എന്താ അച്ഛാ ഈ പറയുന്നത്? അച്ഛനെ പൊന്നു പോലെ നോക്കണമെന്നാ അച്ഛന്റെ മോൻ പറഞ്ഞിരിക്കുന്നത്,
അറിയാമോ അച്ഛന്? നിന്നെയും പൊന്നുപോലെ നോക്കിക്കോണമെന്നാ അവൻ എന്നോടും പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ അച്ഛനോട് പറയാൻ മടിക്കരുത് കേട്ടോ. അതൊക്കെ അച്ഛൻ എന്നോട് പറയണോ? എനിക്ക് അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്നാൽ ഞാൻ വെള്ളം ചൂടായിക്കൊണ്ട് വരട്ടെ? ഞാൻ അച്ഛനോട് ചോദിച്ചു. ഓ, അതൊന്നും ഇപ്പോൾ വേണ്ട മോളെ. എനിക്ക് ജംഗ്ഷനിൽ വരെ ഒന്ന് പോകണം. പോയിട്ട് വന്നിട്ടാകാം. എന്നാൽ അച്ഛന്റെ ഇഷ്ടം പോലെ, ഞാൻ പറഞ്ഞു. ജംഗ്ഷനിൽ പോയിച്ച് വരുമ്പോൾ മോൾക്ക് എന്തെങ്കിലും വാങ്ങണോ? ഓ, ഇപ്പൊ ഒന്നും വാങ്ങണ്ട അച്ഛാ. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ, മടിക്കണ്ട. വേണ്ട അച്ഛാ, പറയാതെ തന്നെ അച്ഛൻ എനിക്ക് ഓരോന്ന് വാങ്ങിക്കൊണ്ട് തരുന്നുണ്ടല്ലോ, അത് മതി. ശരി മോളെ, എന്നാൽ അച്ഛൻ പോയിച്ചു വരാം. മോളൊരു കാര്യം ചെയ്യ്, ആ തോർത്തിങ്ങട്, അച്ഛനൊന്ന് കുളിച്ചിട്ട് പോകാം. എന്നാ അച്ഛാ തോർത്ത്? അവൾ അവിടെ തലയിൽ കെട്ടിവെച്ച തോർത്തെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. തൽക്കാലം ഇത് കൊണ്ടുപോയി കുളിക്കച്ച, മറ്റേ തോർത്ത് ഇനി എവിടാണെന്ന് നോക്കിയെടുക്കാം. ഓ, അത് കുഴപ്പമില്ല, മോൾ പതുക്കെ നോക്കി എടുത്താൽ മതി. അവൾ കൊടുത്ത തോർത്ത് മേടിച്ച് അയാൾ തോളിലേക്ക് ഇട്ടു. അതിൽ നിന്ന് നല്ലൊരു സുഗന്ധം അയാളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഓ, എന്തു മണം! ഇത് സോപ്പിന്റെ ആണോ ഷാമ്പുവിന്റെ ആണോ മോളെ? ആണച്ച, ഷാമ്പുവിന്റെയാ. ഇപ്പോൾ പുതിയതായിട്ട് മേടിച്ചതാ. നല്ല മണമാ അതിന്, ഞാൻ പറഞ്ഞു. അച്ഛൻ കുളി കഴിഞ്ഞു വന്നിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് മുറ്റമെല്ലാം തൂത്തിട്ട് വന്നപ്പോഴാണ് അവൾക്ക് കാലിന് വല്ലാത്തൊരു വേദന തോന്നിയത്. അവൾ താഴെ കാല് നീട്ടിയിരുന്നു. നോക്കിയപ്പോൾ കാലിന്റെ ചെറുവണ്ണയ്ക്ക് നല്ല നീരുണ്ട്. അവൾ പോയി ബാം എടുത്തുകൊണ്ട് വന്ന് കാലിലൊന്ന് തടവി. എന്നിട്ടും വേദനയ്ക്ക് ഒരു കുറവും വന്നില്ല. അങ്ങനെ അവൾ കട്ടിലിൽ പോയി കിടന്ന് കുറച്ചു നേരം ഉറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു. വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. എന്നാ മോളെ, നല്ല ചൂട് നെയ്യപ്പമാണ്. ഞാൻ രഘുവിന്റെ തട്ടുകടയിൽ നിന്ന് മേടിച്ചതാ. അതിൽ മൊരിഞ്ഞ ഒരു മണം മൂക്കിലേക്ക് അടിച്ചപ്പോൾ കൊതി അടക്കാൻ കഴിഞ്ഞില്ല. അവൾ പോയി ചായ ഇട്ടുകൊണ്ട് വന്നു. രണ്ടുപേരും കൂടി ചായയും നെയ്യപ്പവും കഴിച്ചു. ഇനി നാളെ പറമ്പിലെന്താ അച്ഛാ പണി? ഞാൻ ചോദിച്ചു. നാളെ ആ കുരുമുളകിനെല്ലാം ഇച്ചിരി വളമിടണം, അച്ഛൻ പറഞ്ഞു. അതേ ഉള്ളൂ നാളത്തെ പണി. വളം മേടിക്കാനാ അച്ഛൻ ജംഗ്ഷനിൽ പോയത്. ഓ ശരി അച്ഛാ. ഞാൻ ഗ്ലാസ്സും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴാണ് ഞാൻ നടക്കുന്നത് അച്ഛൻ ശ്രദ്ധിച്ചത്. അവളുടെ നടത്തേക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ മോളെ നിന്റെ കാലിന്? ഇതെന്ത് പറ്റി? നീ ചെറുതായിട്ട് മുടന്തുന്നുണ്ടല്ലോ. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല അച്ഛാ. ഒന്നുമില്ലേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തോ ഉണ്ട്. ഇല്ലച്ചാ, നോക്കട്ടെ. അവിടെ ഇരുന്നേ നീ. അയാൾ അവളുടെ കാൽ പിടിച്ചു നോക്കി. ഇതെന്താ, ഇത് നീരുണ്ടല്ലോ. വേദനയുണ്ടോ? എന്താണെന്ന് അറിയില്ലച്ചാ. തലനീരിറങ്ങിയതായിരിക്കും. ചെറുതായിട്ട് വേദനയുമുണ്ട്. പനിയുടെ ലക്ഷണം വല്ലതും ഉണ്ടോ മോളെ? ഇല്ലച്ചാ. പിന്നെന്താ ഇത്? വല്ലയിടത്തും കാല് തട്ടിയോ മടത്തുകയോ വല്ലതും ചെയ്തോ? ഇല്ല. ഒരു കാര്യം ചെയ്, നീ ഇവിടെ ഇരിക്കുക കുറച്ചു നേരം. ആ കാല് വെച്ചോണ്ട് ഉന്തി ഉന്തി നടക്കണ്ട. അച്ഛൻ എന്തേലും തൈലം ഇട്ട് ചൂട് പിടിച്ചു തരാം. അയ്യോ അതൊന്നും വേണ്ടച്ചാ, ഞാൻ തന്നെ പിടിച്ചോളാം. വേണ്ട, നീ അവിടെ ഇരി. ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ഇനിയിപ്പോ അവനെങ്ങാനും അറിഞ്ഞ് എന്നോട് ചോദിച്ചാൽ പിന്നെ ഞാൻ നോക്കത്തോണ്ടാണെന്ന് പറയത്തില്ലേ മോളെ? ഓ അതൊന്നും ഇല്ലച്ചാ. വേണ്ട, നീ അവിടെ ഇരി. അത് പറഞ്ഞിട്ട് അമ്മായിയപ്പൻ അടുക്കളയിൽ ചെന്ന് വെള്ളം നല്ലപോലെ ചൂടാക്കി ധന്വന്തരം കുഴമ്പ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് കുഴമ്പ് രണ്ട് കൈയിലുമായിട്ട് പുരട്ടിയിട്ട് പറഞ്ഞു, മോൾ ഈ നൈറ്റ് ചെറുതായിട്ട് മേൽപോട്ടൊന്ന് ഉയർത്തിയേ. അവൾ ചെറിയ നാണത്തോടെ നൈറ്റ് മേൽപോട്ട് ഉയർത്തി. അയാൾ കുഴമ്പ് തേച്ച കൈകൊണ്ട് മുട്ടിന് താഴോട്ട് തടവി. ചെറുവണ്ണയിൽ തടവുമ്പോൾ അവൾക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അച്ഛന്റെ തടവിനൊരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. അവൾ അനങ്ങാതിരുന്നു. കുഴമ്പിട്ട് നല്ലപോലെ തടവിയതിനു ശേഷം തോർത്തുമുണ്ട് ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് ചെറുവണ്ണയിൽ ചൂട് പിടിച്ചു കൊടുത്തു. അങ്ങനെ കുഴമ്പൊക്കെ തേച്ച് നല്ലപോലെ ചൂട് പിടിച്ചു. അമ്മായിയപ്പന്റെ ആ സ്നേഹം കണ്ട് അവൾക്ക് ഒത്തിരി സന്തോഷമായി. അതുകൊണ്ട് രാത്രി അമ്മായിയപ്പന് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദോശയും മുട്ടക്കറിയും അവൾ ഉണ്ടാക്കി. അച്ഛന് ദോശയും മുട്ടക്കറിയും ഭയങ്കര ഇഷ്ടമാണെന്ന് അവളുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് അവളോട്. അവരുടെ അമ്മയുള്ളപ്പോൾ എന്നും രാത്രി അച്ഛന് ദോശയും മുട്ടക്കറിയുമായിരുന്നു അമ്മ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അങ്ങനെ എല്ലാം ഉണ്ടാക്കി അവൾ കഴിക്കാൻ അച്ഛനെ വിളിച്ചു. അമ്മായിയപ്പൻ കൈ കഴുകി വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ മോളെ ഇന്നത്തെ സ്പെഷ്യൽ? അച്ഛൻ നോക്ക്. ദോശയും മുട്ടക്കറിയുമോ? കൊള്ളാമല്ലോ. സത്യം പറഞ്ഞാൽ എന്റെ ഭാഗ്യമാ മോളെ നിന്നെ കിട്ടിയത്.
എന്റെ മനസ്സറിഞ്ഞ് എന്നോടൊപ്പം നിൽക്കുന്ന മരുമകൾ കൊള്ളാം, ഞാൻ എത്ര ഭാഗ്യവാനാ. ഇതും പറഞ്ഞിട്ട് അവർ ആഹാരം കഴിക്കാൻ ആരംഭിച്ചു. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയിട്ട് അയാൾ പറഞ്ഞു, മോള് പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് അപ്പുറത്തേക്ക് ബാ. അച്ഛൻ കാലിൽ ഇച്ചിരി കൂടി കുഴമ്പ് തേച്ചു തരാം. നാളത്തേക്ക് അങ്ങ് മാറും. ശരിയച്ചാ, ഞാൻ പറഞ്ഞു. പാത്രമെല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ ഹാളിലിരുന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ബാ മോളെ, ആ സെറ്റിയിലോട്ട് കാല് നീട്ടിയിരിക്കെ. അച്ഛൻ പറഞ്ഞതും പ്രകാരം ഞാൻ കാല് നീട്ടിയിരുന്നു. അച്ഛൻ ശകലം കുഴമ്പെടുത്ത് കാലിൽ തടവാൻ തുടങ്ങി. പാദം മുതൽ മുട്ടുവരെ നല്ലതുപോലെ തടവിക്കൊണ്ടിരുന്നു. എനിക്കാണെങ്കിൽ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഖം. ഞാനങ്ങനെ ആ സുഖത്തിൽ ലയിച്ചങ്ങനെ കിടന്നു.